ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. JRCM റജിമോൻ സാർ എന്നെ പരിചയപ്പെടുത്തി. എങ്കിലും ഔപചാരികതയുടെ പേരിൽ എൻ്റെ പേര് പ്രദീപ് കുമാർ, മല്ലപ്പള്ളിയാണ് സ്വദേശം. എൻ്റെ വൈഫ് ശ്രീലത പ്രദീപ്, മക്കൾ 2 പേര്. ഞങ്ങൾ കഴിഞ്ഞ ഏതാണ്ട് 4 വർഷത്തോളം അടുക്കുന്നു RCMലേക്ക് വന്നിട്ട്, അല്ലെ RCMൽ ജീവിച്ചു തുടങ്ങിയിട്ട്. എന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത് ഇന്ന് ഈ ഉണർവ് ഹോസ്റ്റ് ചെയ്യുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരൻ, പ്രിയപ്പെട്ട റജിമോൻ സാറാണ്. റജിമോൻ സാറുമായിട്ടുള്ള ബന്ധം RCMൽ വരുന്നതിന് മുമ്പ് തൊട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഒരിക്കലും അദ്ദേഹം എന്നെ ഇതുവരെ RCM ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം RCM ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ, അതിൻ്റെ നന്മ, അതിൻ്റെ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് മനസ്സിലാക്കിയപ്പോൾ, റജിമോൻ സാർ ഒരു മോശം കാര്യം ചെയ്യില്ല എന്നറിയാവുന്നത് കൊണ്ട്, അദ്ദേഹത്തിലുള്ള വിശ്വാസം കൊണ്ടും അദ്ദേഹത്തോടൊപ്പം ചെന്ന് RCMൽ ജോയിൻ ചെയ്യുകയായിരുന്നു. പിന്നീടാണ് അതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പൊ അങ്ങനെ RCMലേക്ക് വന്നത് അതിന്റെ പ്രോഡക്റ്റിന്റെ നന്മ ആദ്യം മനസ്സിലാക്കി. അതിനുശേഷം RCMലൂടെ നമുക്ക് ജീവിക്കാമെന്നും ആരോഗ്യവും അറിവും സമ്പത്തും നേടാമെന്നും പിന്നീട് പതിയെ പതിയെ RCMനെ പഠിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായപ്പോൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. എന്നാലും ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിൽ വരാൻ സാധിച്ചതിൽ. കാരണം ഇത്രയും നന്മയുള്ള ഒരു പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തുള്ളപ്പോൾ അതിലൂടെ താമസിച്ചാണെങ്കിലും വരാൻ സാധിച്ചു. അതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ താമസിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ടൈം സോൺ ഇപ്പോഴാണ് ആയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോരുത്തർക്കും, നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ഓരോന്നിൻ്റെതായിട്ടുള്ള സമയം. അപ്പൊ അതിൽ നമുക്ക് വരാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമായിട്ട് കാണുന്നത്. സാർ എല്ലാ ലീഡേഴ്സിനെയും സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു പ്രസ്ഥാനത്തിന് ഉടുമ്പാവും കൊടുത്തതിനെ ഈ ഒരു 24 വർഷത്തേക്കുള്ള യൗവനമുള്ള ഒരു യുവാവാക്കി മാറ്റിയ, അല്ലെങ്കിൽ ഒരു യുവതിയാക്കി മാറ്റിയ ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിട്ടുള്ള TCGയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും ഈ ഒരു അവസരത്തിൽ പ്രത്യേകം ഓർത്തുകൊണ്ട് നമ്മുടെ എല്ലാ ലീഡേഴ്സിനെയും സ്മരിച്ചുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എൻ്റെതായിട്ടുള്ള വ്യൂ പോയിന്റോ കാര്യങ്ങളോ അല്ല. കാരണം ഒന്നും നമ്മുടേതായിട്ടൊന്നുമില്ല. നമ്മളെല്ലാം പഠിച്ചതും വായിച്ചതും അറിഞ്ഞതും കേട്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ എല്ലാവരും നമ്മൾ ഷെയർ ചെയ്യാണ്. RCMൽ വന്നാൽ നമുക്ക് നമ്മുടേതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മുൻപുള്ള നമ്മുടെ ലീഡേഴ്സ് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ അതിനെ നമ്മൾ ഒന്നുകൂടെ ആഴത്തിൽ അതിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാന്നുള്ളതാണ് RCMൽ ഏറ്റവും പ്രധാനമായിട്ട് ജോബ് എന്ന് പറയുന്നത്. അപ്പം ഞാനിത് പറയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ കഥ. അപ്പം അതായത് 2 ചെറുപ്പക്കാര് അവര് നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. അപ്പൊ നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ സൗഹൃദങ്ങളുള്ളപ്പോൾ നമ്മളെല്ലാം യാത്രകൾ പോകാറുണ്ട്. അതെപ്പോഴും നമ്മള് ബാച്ചിലേഴ്സ് ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെപ്പോഴും കൂട്ടുകാരുടെ കൂടെ തന്നെ ആയിരിക്കും പോകുന്നത്. ഫാമിലിയെക്കാട്ടിലും കൂടുതൽ നമ്മൾ സുഹൃത്തത്തിനാണ്. അപ്പൊ അങ്ങനെ 2 ചെറുപ്പക്കാർ അവര് ഒരു ദ്വീപ് സന്ദർശിക്കാനായിട്ട് പോയി. അപ്പൊ ഈ ദ്വീപ് സന്ദർശിക്കാൻ പോയി, നമുക്കറിയാം സ്വാഭാവികമായിട്ട് ചെറുപ്പക്കാരൊക്കെ പോകുമ്പോൾ ആഘോഷിക്കാറുണ്ട്. അങ്ങനെ അവരും ആഘോഷത്തിനുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ട് തന്നെയാണ് പോയത്. അവര് ദ്വീപൊക്കെ സന്ദർശിച്ചു, വളരെ ആഘോഷിച്ചു. അവര് അല്പം മദ്യവും ആഹാരവും ഒക്കെ കഴിച്ച് നല്ല സെറ്റപ്പായി. അങ്ങനെ ആ ഒരു ദിവസം മുഴുവൻ അവിടെ ചെലവഴിച്ച് വൈകുന്നേരം തിരിച്ചു പോരാനായിട്ട് അല്പം മദ്യത്തിന്റെ ലഹരിയും ഒക്കെ ഉണ്ട്. എങ്കിലും ഒരു വള്ളത്തിലാണ് പോയത്. അപ്പം ദ്വീപ് നമുക്കറിയാമല്ലോ, ദ്വീപ് സമൂഹങ്ങളുണ്ട്. അപ്പൊ അതിൽ പോയി എല്ലാം ആസ്വദിച്ച് അവര് വള്ളത്തിൽ തന്നെ രാത്രി തിരിച്ചു വരാൻ തീരുമാനിച്ചു. മദ്യത്തിന്റെ ലഹരി ഉണ്ടെങ്കിലും രാത്രി തന്നെ അവർ പോരാനായിട്ടെല്ലാം തീരുമാനിച്ചു. അങ്ങനെ 2 പേരും കണ്ട ആസ്വാദനമൊക്കെ പങ്കുവെച്ച് അവര് വർത്തമാനമൊക്കെ പറഞ്ഞ് തിരികെ തുഴയാൻ തുടങ്ങി. അപ്പൊ രാത്രി മൊത്തം അവര് തിരിച്ചു വീണ്ടും വള്ളം തുഴഞ്ഞ് തങ്ങളുടെ സ്വന്തം സ്ഥലത്തേക്ക് വരാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ നേരം വെളുത്തു. നേരമൊക്കെ വെളുത്ത് സൂര്യനൊക്കെ ഉദിച്ച് നേരം വെളുത്തു. അവര് നോക്കിയപ്പോൾ അവര് എവിടെയാണോ തുഴയാൻ തുടങ്ങിയ ആ ദ്വീപിൽ തന്നെയാണ് ആ വള്ളം കിടക്കുന്നത്. അവരെങ്ങും എത്തിയിട്ടില്ല, അവിടെ തന്നെ കിടപ്പുണ്ട്. കാരണം നോക്കിയപ്പോൾ ആ വള്ളത്തിന്റെ കെട്ട് അഴിച്ചിരുന്നില്ല. ആ വള്ളം അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പം നമ്മളൊക്കെ കോട്ടയം ജില്ലക്കാര്, ഞാനും കോട്ടയം ജില്ലക്കാരനാണ് ജന്മം കൊണ്ട്. അപ്പം നമ്മളൊക്കെ പറയാറുണ്ടല്ലേ, വഞ്ചി തിരുനക്കര തന്നെ എന്ന് പറയാറ്.
അപ്പൊ ഈ രണ്ട് സുഹൃത്തുക്കൾക്ക് പറ്റിയ പോലെ തന്നെയാണ് പലപ്പോഴും നമ്മളുടെയൊക്കെ അവസ്ഥ. നമ്മൾ മുൻപ് സഞ്ചരിച്ചുകൊണ്ടിരുന്ന വള്ളത്തിന്റെ കെട്ടുകൾ നമ്മൾ അഴിച്ചിട്ടില്ല. കെട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മളിൽ ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റിയും, സാഹചര്യങ്ങള്, നമ്മളുടെ കൂട്ടുകെട്ട് മോശമാണെന്നല്ല പറഞ്ഞ്, പക്ഷെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന കൂട്ടുകെട്ടിലേക്ക് പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ നമ്മൾ പലപ്പോഴും അതിലൊക്കെ തന്നെ എല്ലാവരും പലപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആർക്കും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ ആ വഞ്ചിയുടെ കെട്ടെന്ന് അഴിച്ചു വിട്ടാൽ മാത്രമേ നമുക്ക് ദൂരേക്ക് പോകാനും ലോകം കാണാനും ഒക്കെ നമുക്ക് സാധിക്കൂ. ഇന്ന് റജിമോൻ സാർ തുടക്കത്തിൽ കാണിച്ച വീഡിയോയിൽ ഇത് തന്നെയാണ് പറയുന്നത്. നമ്മള് മഹത്തുക്കളുമായിട്ടുള്ള സംസർഗമാണ് നമ്മളെ മാറ്റിയെടുക്കുന്നത്. നമുക്ക് രൂപാന്തരം സംഭവിക്കണം. അതാണ് RCM നമുക്ക് വേണ്ടത്. ട്രാൻസ്ഫോമിങ് ലൈഫ്സ് വിത്ത് ദ പവർ ഓഫ് വാല്യൂസ്. നമ്മുടെ പുതിയ ടാഗ് ലൈൻ അതാണ്. അപ്പം നല്ല മൂല്യങ്ങളുടെ ശക്തിയായിരിക്കണം നമ്മളെ ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ വന്നിട്ട് വീണ്ടും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ആ കെട്ടഴിക്കപ്പെടാതെ കിടക്കാൻ പാടില്ല. ഈ ഒരു കാര്യം ആദ്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാം ഒരു ആത്മപരിശോധന, ഒരു വിചിന്തനം നടത്തിക്കൊണ്ട് നമുക്ക് ഇനി പറയുന്ന പോയിന്റുകളൊക്കെ ഒന്ന് കേട്ടാൽ ഒരു പക്ഷെങ്കില് ആർക്കെങ്കിലും ഒക്കെ അത് ഗുണം ചെയ്യും ഞാൻ വിശ്വസിക്കുന്നു. പറ്റുന്ന പോയിന്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതിയിടുക. കാരണം എന്താ വെച്ചാൽ മറ്റൊന്നുകൊണ്ടല്ല, നമ്മുടെ ഓർമ്മശക്തി കുറച്ച് കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ മറന്നു പോകും. കാരണം ഇന്നലെ നമുക്കറിയാം നല്ലൊരു മീറ്റിംഗ് ന്യൂട്രിചാർജിന്റെ സുരേഷ് സാർ തന്നു. അപ്പൊ അത് ഇല്ലെങ്കിൽ ഈ 48 മണിക്കൂർ കഴിയുമ്പോൾ അത് മറക്കാനുള്ള സാധ്യത. അതുകൊണ്ടാണ് ഫോളോ അപ്പ് എപ്പോഴും വേണമെന്ന് RCM നമ്മൾ 6x6 പറയുന്നതിന്റെ കാര്യം. 48 മണിക്കൂറിൽ മാത്രമേ നമുക്ക് ഓർത്തിരിക്കാനുള്ള പവർ ഉള്ളൂ. അത് മനുഷ്യന്റെ ജന്മ അങ്ങനെയാണ് നമുക്ക് ജന്മം ദൈവം തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഞാൻ ഇന്നലെ ഒരു 2-3 പോയിന്റുകൾ ഇട്ടിരുന്നു. അപ്പം ഇതില് നമ്മുടെ ബാബു സാറിന്റെ ടീമിൽ നമ്മൾ ഉള്ള ആൾക്കാരാണ് ഇന്നിപ്പോ ഇതില് നമ്മളുള്ളത്. അപ്പൊ നമ്മളെല്ലാം ഒരു ഫാമിലി മെമ്പേഴ്സാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മള് RCM എന്തിന് ചെയ്യണമെന്ന് പലപ്പോഴും പല ലീഡേഴ്സും പറഞ്ഞ് നമുക്കറിയാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളും ഇതുപോലെ തന്നെ നമ്മുടെ RCM ഇപ്പോൾ ലീഡർഷിപ്പിലേക്ക് വന്ന് തീർച്ചയായിട്ടും നല്ല ഒരു ലീഡർഷിപ്പിലേക്ക് നമുക്ക് വരാൻ സാധിക്കണമെങ്കിൽ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും RCM എന്തിനു വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാര്യം തന്നെ നമുക്കുണ്ടല്ലേ. RCM എന്തിനു വേണ്ടി ചെയ്യണമെന്ന് ചോദിച്ചാൽ ആരോഗ്യത്തിന് വേണ്ടി. ഇപ്പം ഇതിനകത്ത് മിക്ക ആൾക്കാരും 50ഓളം പേര് പങ്കെടുക്കുന്നതിൽ ഭൂരിപക്ഷം ആൾക്കാരും വന്നത് RCMന്റെ നന്മ, RCMന്റെ പ്രോഡക്റ്റിന്റെ നന്മ, അതിലൂടെ കിട്ടുന്ന ആരോഗ്യത്തെ കുറിച്ച് തന്നെയാണ്. അത് തന്നെയാണ് RCMന്റെ ആദ്യത്തെ ലക്ഷ്യത്തിൽ എഴുതിയിരിക്കുന്നത് തന്നെയാണ്, ഹെൽത്ത് കെയർ ആണ്. അപ്പം എന്തിന് RCM ചെയ്യണമെന്ന് നമുക്ക് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കണമെങ്കിലും അവനവനോട് തന്നെ വിശ്വസിപ്പിക്കണമെങ്കിലും ആദ്യത്തെ കാര്യം RCM ചെയ്യുന്നത് ആരോഗ്യത്തിന് വേണ്ടി പ്രഥമമായ പരിഗണന അത് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ജീവിത ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വരുമാനം അതിനനുസരിച്ച് വർദ്ധിക്കുന്നില്ല. പക്ഷെ ജീവിത ചെലവ് വളരെ ഫാസ്റ്റ് ആയിട്ട് ബുള്ളറ്റ് ട്രെയിൻ പോകുന്ന പോലെ തന്നെ ഇങ്ങനെ കുതിച്ചു പായുക. അപ്പൊ അതിനെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. കാരണം വിപണിയിൽ നമുക്ക് വാങ്ങുന്ന എല്ലാ സാധനങ്ങൾക്കും എപ്പോഴും വേരിയേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. വില കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. പക്ഷേ RCM നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത ചെലവിനെ നമുക്കൊന്ന് ചുരുക്കാൻ സാധിക്കും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അവരവരുടെ ഓർമ്മയിലേക്ക് അത് വരുത്തുമ്പോൾ ഒന്നുകൂടെ നമുക്ക് മറ്റുള്ള പുതിയൊരു മെമ്പറെ കാണുമ്പോൾ, അല്ലെ ഒരാളെ RCMലേക്ക് നമുക്ക് ചേർക്കാനായിട്ട് കണ്ടുവരുമ്പോൾ അവരോട് എന്ത് പറയണമെന്ന് വിചാരിക്കുമ്പോൾ നേരെ നമുക്ക് ബിസിനസ് ആയിരിക്കില്ല പറയേണ്ടത്. RCM എന്തിനു വേണ്ടി ചെയ്യണമെന്ന് പറയേണ്ട കുറച്ച് ടിപ്പുകളുണ്ട്. ആ ടിപ്പുകൾ കൊടുത്ത് അതിലൂടെയാണ് നമുക്ക് അവരെ RCM കേൾക്കാൻ പോലും നമുക്ക് അവരെ സന്നദ്ധമാക്കേണ്ടിയിരിക്കും. അപ്പൊ ജീവിത ചെലവ് ചുരുക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ അത് ആൾക്കാർ ശ്രദ്ധിക്കും. അതെങ്ങനെയാണ്? അപ്പൊ നമ്മളുടെ സാധനങ്ങളുടെ വിപണി വിലയും നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ വിലയും തമ്മിലുള്ള വേരിയേഷൻ നമുക്ക് പറയാം. JRCM പറയുമ്പോൾ നമുക്ക് RCMൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് RCMൽ നമുക്ക് ജീവിത ചെലവ് ചുരുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യമാണ്, വരുമാനത്തിന് വേണ്ടി RCM ചെയ്യണം. RCM ചെയ്യുന്നവരുണ്ട്. ഇന്നിപ്പം നല്ലൊരു പങ്ക് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം ഇതിൽ നിന്നൊരു വരുമാനം കൂടെ കിട്ടാനും കൂടെയാണ് RCM ചെയ്യുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ലക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് സെൽഫ് ഡിപ്പെൻഡൻസി, അല്ലെ, സ്വാശ്രയത്വം. അപ്പം അതും നമുക്ക് ഇതിന്റെ ഒരു ആവശ്യകതയാണ്. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളുടെ ഉൽപ്പന്നങ്ങളെല്ലാം സ്വദേശി ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ നമ്മൾ സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യുക വഴി നമ്മൾ ശരിക്കും രാജ്യത്തിന്റെ വളർച്ച, അതാണ് ഒരു ന്യൂ ഇന്ത്യ
ബിൽഡ് എ ന്യൂ ഇന്ത്യ, ഒരു പുതിയ നവഭാരത നിർമ്മാണം ആർസ്യം പറയുന്നത്. അപ്പം അതിനുവേണ്ടി നമുക്ക് ആർസ്യം ചെയ്യാം. അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ മനസ്സിനോട് തന്നെ പറയാം, നമ്മുടെ വീട്ടുകാരോട് പറയാം, നമ്മുടെ സുഹൃത്തുക്കളോട് പറയാം, അല്ലേ? നമ്മുടെ സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് എത്രയോ മറ്റു രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ട് വിറ്റഴിച്ച് നമ്മളുടെ പണം മറ്റു രാജ്യത്തേക്ക് ചേക്കേറുമ്പോൾ നമ്മളുടെ സ്വദേശി ഉൽപ്പന്നങ്ങൾ കൊണ്ട് തന്നെ, അതിന്റെ ടാക്സ് കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് ഒരു പുരോഗതി വന്നാൽ അതല്ലേ ഏറ്റവും വലിയ രാജ്യസ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് നമ്മൾ ധരിക്കുന്നത്, നമ്മൾ കഴിക്കുന്നത്, നമ്മൾ വീട്ടിലെ ഉപകരണങ്ങൾ എല്ലാം ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ വിദേശ സാധനങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ആർസിഎമ്മിൽ വന്നാൽ നമുക്ക് സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ആ പാഠം നമ്മൾ ആർസിഎമ്മിൽ കൂടെ പഠിക്കുകയാണ്. അടുത്ത 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പലരെയും നമുക്ക് സഹായിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ പണം കൊണ്ട് സഹായിക്കാൻ നമുക്ക് തികയത്തില്ല. പണം നമുക്കൊന്നിനും തികയാറില്ല. അപ്പൊ നമുക്ക് ആവശ്യക്കാരും അത്യാവശ്യക്കാരും ഇന്ന് സമൂഹത്തിലുണ്ട്. നമുക്ക് അവരെ സഹായിക്കാനായിട്ട് ആർസിഎമ്മിനെ നമുക്ക് ഉപയോഗിക്കാം. അതിനു വേണ്ടി നമുക്ക് ആർസിഎം ചെയ്യാം. അങ്ങനെ ഒരു മനസ്ഥിതിയോടുകൂടി ആവശ്യക്കാരും അത്യാവശ്യക്കാരും എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക എങ്ങനെയാണ്? ആവശ്യക്കാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നല്ല ഭക്ഷണം വേണം, നല്ല ഉൽപ്പന്നം വേണം, മായമില്ലാത്തത് വേണം, നല്ല ആരോഗ്യം വേണം, അത്തരം കാര്യങ്ങളുള്ള ആവശ്യക്കാരെന്ന് ധാരാളമായിട്ട് സമൂഹത്തിലുണ്ട്. അവരെ നമ്മളൊന്ന് കണ്ടെത്തിയാൽ മതി, അവരോട് കാര്യങ്ങളൊന്ന് ധരിപ്പിച്ചാൽ മതി. അപ്പൊ അവർക്ക് വേണ്ട നല്ല പ്രോഡക്റ്റുകൾ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റും. ആവശ്യത്തിന്. അത്യാവശ്യക്കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ വരുമാനമില്ലാത്ത മറ്റൊരു വിഭാഗം. എത്രയോ ആൾക്കാർ ഇന്ന് ജീവിക്കാൻ വരുമാനമില്ലാതെ നെട്ടോട്ട് ഓടുമ്പോൾ അവർക്ക് ആർസ്യം പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ആർസ്യമിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ ഒരു വരുമാനം കിട്ടും. അങ്ങനെ നമുക്ക് ആവശ്യക്കാരെ അത്യാവശ്യക്കാരെ ഈ രണ്ട് ഗണങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് തന്നെ. അപ്പൊ അവരെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആർസ്യം ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ന് വ്യക്തിബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം. എന്തിനേറെ നമുക്ക് സഹോദരങ്ങൾ തമ്മിൽ പോലും നമുക്കിന്ന് ഒരമ്മ പ്രസവിച്ച മക്കൾ തമ്മിൽ പോലുമുള്ള അടുപ്പം, ആ ആഴത്തിലുള്ള ഇഴയെടുപ്പുള്ള ബന്ധങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്കറിയാം, ഇന്ന് പരസ്പരം ആശ്രയിക്കേണ്ട ആവശ്യം എല്ലാവരും പിന്നെ എന്താ പറയുന്നത്, ദാരിദ്ര്യമൊന്നുമില്ല. അതുകൊണ്ട് ആരെയും നമ്മൾ ആശ്രയിക്കാതെ ജീവിക്കുന്നു. എല്ലാവർക്കും വാഹനമുണ്ട്, ആരെയും ആശ്രയിക്കുന്നത്. നടന്നു പോകുമ്പോൾ പോലും ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ആർസിഎമ്മിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള നമുക്ക് നല്ല വ്യക്തിബന്ധങ്ങൾ കിട്ടുന്നുള്ളത്. അതിനുവേണ്ടി നമുക്ക് ആർസ്യം ചെയ്യാം. അതിലൂടെ നമുക്ക് ഭാരതത്തിന്റെ അഖണ്ഡത, അല്ലെ? ഭാരതത്തിന്റെ അഖണ്ഡത എന്ന് പറഞ്ഞാൽ ഭാരതം ഒന്നാണ്, നമ്മളാണ് ഏറ്റവും, ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ലോകമേ തറവാടെന്നാണ്. അപ്പം നമ്മുടെ ഭാരതത്തില് നല്ലേ പിന്നെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത്, ജാതിക്കും മതത്തിനും അതീതമായിട്ട് എല്ലാവരും ഒന്നാണെന്നുള്ള ആ ഒരു സങ്കല്പം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറുകയാണ് ആർസ്യം. ഇവിടെ നമുക്ക് ആർസ്യമിനെ നമ്മൾ ഒരു ആർസ്യമിൽ വിഭാവനം ചെയ്യുന്നുണ്ട് പല ആൾക്കാരും, അല്ലെ? സാധാരണക്കാരൊക്കെ പറഞ്ഞത് റാമും ക്രൈസ്റ്റും മുഹമ്മദും ഒന്നിക്കുന്ന ഇടം ആർസ്യം എന്ന് പറയുന്നത്. അപ്പം ഭാരതത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് ആർസ്യം ചെയ്യാം. അതുപോലെ മറ്റൊരു പ്രത്യേകിച്ച് വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ സ്വന്തം വ്യക്തിത്വ വികാസത്തിനായിട്ട് ആർസ്യം ചെയ്യാം. നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. നമ്മളൊക്കെ എത്രയോ, ഞാൻ ഇതിനു മുമ്പ് പ്രവർത്തിച്ചിരുന്ന മേഖല എന്ന് പറയുന്നത് പത്ര മേഖലയിലാണ്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് വ്യക്തിത്വ വികസന ക്ലാസ്സുകൾ നൽകാറുണ്ട്. അപ്പൊ ഈ ക്ലാസ്സുകളിലൊക്കെ തന്നെ കമ്പനിയാണ് നമ്മളെ വിടുന്നതെങ്കിൽ പോലും അവിടെയൊക്കെ പണം അടച്ചാണ് നമുക്ക് ഫീസ് അടച്ച് വലിയ വലിയ ക്ലാസ്സുകളിലൊക്കെ നമ്മളെ അയക്കാറുണ്ട്. എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ കമ്പനിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ തരാനും നമ്മളെ ഇൻസ്പയർ ചെയ്യാനും നമ്മളിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാനുമാണ്. പക്ഷെ ഇവിടെ നമുക്ക് നമ്മുടെ സ്വന്തം വ്യക്തിത്വ വികാസത്തിന് ഒരു പൈസ പോലും കൊടുക്കാതെ എത്രയോ ക്ലാസ്സുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആർസ്യം ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് മനുഷ്യൻ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അംഗീകാരങ്ങൾ. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ പോലും അവിടെ നമുക്ക് നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു, കൊള്ളാം, നമ്മളെ ഒരു ആദരവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു ഇടം എന്ന് പറയുന്നത് ആർസ്യമല്ലാതെ വേറെ ഏതാണ്? അപ്പൊ നല്ല അംഗീകാരങ്ങൾ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആർസ്യം ചെയ്യാം. അംഗീകാരം ആഗ്രഹിക്കാത്ത ആരാണല്ലോ? പലരും പറയാനുണ്ടോ എനിക്ക് അങ്ങനെ അംഗീകാരങ്ങളൊന്നും ഇഷ്ടമല്ല, താല്പര്യമില്ല എന്ന് പറയുമ്പോഴും ഏതൊരു വ്യക്തിക്കും ഒരു വ്യക്തിയുടെ പേര് വിളിച്ചിട്ട് അവരെ പ്രധാനമായിട്ട് ആ ഒരു സ്റ്റേജിൽ കൊണ്ടുവന്ന് ആദരിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു ആഗ്രഹം, അവർക്ക് ആത്മസംതൃപ്തി കിട്ടുന്ന കാര്യങ്ങളാണ്. നമ്മൾ ആരും കൊതിക്കുന്ന കാര്യങ്ങളാണ് അംഗീകാരം. ഇത് നമുക്ക് ആർസ്യമിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആർസ്യം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പുതിയ സൗഹൃദങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പുതിയ പുതിയ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ കിട്ടുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങള് പിന്നെ ടീച്ചറിന് കോഴിക്കോട് വണ്ടർവേൾഡിൽ വെച്ച് താരോത്സവം പരിപാടിയിൽ പോകേണ്ടി. ഇപ്പൊ 2 പ്രാവശ്യം കോഴിക്കോട് പോകാനുള്ള സാഹചര്യം വന്നപ്പോൾ
ഒട്ടേറെ പുതിയ സൗഹൃദങ്ങൾ നമുക്ക് കിട്ടി, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ. അപ്പൊ അവിടെ നിന്നൊക്കെ നല്ല ആൾക്കാരുമായിട്ടുള്ള സൗഹൃദം കിട്ടിയത് എന്തുകൊണ്ട്? ഈ ആർസിമിൽ ആയതുകൊണ്ടില്ല. അല്ലെ എത്രയോ പേരെ നമ്മൾ കാണാറുണ്ട്, ഇവരുമായിട്ടൊക്കെ സൗഹൃദം സ്ഥാപിക്കാൻ പറ്റും, നമ്മളെ കണ്ടാൽ ആർക്കെങ്കിലും അറിയാമായിരുന്നു. പക്ഷെ ഇതിനെല്ലാം നമുക്ക് ആർസ്യം എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അത് കിട്ടുന്നത്. അപ്പൊ നല്ല സൗഹൃദങ്ങൾക്ക് വേണ്ടി നമുക്ക് ആർസ്യം ചെയ്യാം. ഞാൻ ഈ പറയുന്ന പോയിന്റുകളൊക്കെ എഴുതിയിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഓർമ്മയിൽ വെക്കുമ്പോൾ നമുക്ക് വീണ്ടും ഡെവലപ്പ് ചെയ്യാനും നമ്മളോടൊപ്പം പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഈ പോയിന്റുകളൊക്കെ കൊടുക്കാൻ പറ്റും. ഇതെല്ലാവർക്കും അറിയാം, പക്ഷെ ആരുടെ മനസ്സിൽ നിൽക്കാറില്ല. എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും കിട്ടണം, പണം കിട്ടണം എന്നുള്ളതിനപ്പുറത്ത് ഈ ചിന്തകളൊക്കെ നമുക്ക് വില കൊടുത്താൽ കിട്ടത്തില്ലാത്ത കാര്യങ്ങളാണ്. എത്ര ലക്ഷങ്ങൾ കൊടുത്താലും നല്ല സൗഹൃദങ്ങൾ കിട്ടണമെന്നില്ല, ചതിക്കാത്ത ബന്ധങ്ങൾ കിട്ടണം. അത് കിട്ടാനായിട്ട് നമുക്ക് ആർസ്യം ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. അതിനുവേണ്ടി നമുക്ക് ആർസ്യം ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യമാണ്, എപ്പോഴും നമ്മുടെ ലീഡേഴ്സ്, പ്രത്യേകിച്ച് നമുക്കറിയാം ശരമണാളിൽ ബാബു സാർ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ക്ലാസ്സുകളിൽ ഒന്നാണ് നമുക്ക് ടൈം ഫ്രീഡം. മണി ഫ്രീഡത്തിനോടൊപ്പം തന്നെ ടൈം ഫ്രീഡം ആർസ്യം ചെയ്താൽ, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നമുക്ക് സമയ സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് അത് ആർസ്യം ചെയ്താൽ നമുക്ക് കിട്ടും. നമുക്ക് ഇഷ്ടംപോലെ സമയം നമുക്ക് കുടുംബങ്ങളും നമ്മുടെ കുടുംബാംഗങ്ങളും ഒത്ത് ചെലവഴിക്കാൻ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കാനായിട്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പത്രപ്രവർത്തന മേഖലയിലായിരുന്നപ്പോൾ നമുക്ക് ആ സമയത്തൊന്നും ഓൺലൈനിൽ നമുക്ക് ഈ പേയ്മെന്റുകളൊന്നും അടയ്ക്കാൻ പറ്റത്തില്ല. എന്തിനും കറണ്ട് ചാർജ് അടയ്ക്കണേ പോലും നമ്മൾ പോയി അടയ്ക്കേണ്ട സാഹചര്യങ്ങളായി. അപ്പം അല്ലെ വീട്ടുകാരെ അടയ്ക്കും. ഇതെല്ലാം നമുക്ക് ഇപ്പൊ ഓൺലൈനാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് എത്രയോ നമുക്ക് സമയമുണ്ട് പല കാര്യങ്ങൾക്ക്, നമ്മുടെ ബന്ധങ്ങളൊക്കെ പുതുക്കാനായിട്ട്, നമ്മൾക്ക് യാത്രകൾ ചെയ്യാനായിട്ട്, നമ്മളിപ്പം ആഘോഷങ്ങൾ അവനവന്റെ വിശ്വസിക്കുന്ന മതവിശ്വാസങ്ങൾ ഏർപ്പെടുമ്പോൾ നമുക്ക് ഇപ്പം ക്ഷേത്രങ്ങളാണെങ്കിലും ദേവാലയങ്ങളിലാണെങ്കിലും ഒരു ആഘോഷമൊക്കെ ഒന്ന് പോകാനും ഒക്കെ നമുക്ക് സമയ സ്വാതന്ത്ര്യം കണ്ടെത്താൻ പറ്റുന്ന ഒരു ഇടമായി. മറ്റേത് നമുക്കൊരു അവധി പോലും കിട്ടില്ല, അല്ലെ? നമ്മുടെ സ്വന്തം നാട്ടിലൊരു ഉത്സവം നടന്നാൽ അതിന് പോകാൻ പറ്റും. പക്ഷെ ആർസിമി വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇതിനൊക്കെയാണ്. സമയത്തെ കിട്ടുന്ന സ്വാതന്ത്ര്യത്തെ ഒരു പക്ഷെങ്കിൽ നമ്മൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നും കൂടി നമുക്ക് നോക്കണം. അപ്പം സമയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആർസ്യം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് യാത്രകൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിരന്തരമായിട്ട് യാത്ര, ഞാൻ ആർസിമി വന്നതിന് ശേഷം ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റി. ഇന്ത്യയിൽ തന്നെ ഒരുപാട് മറ്റ് സംസ്ഥാനങ്ങളിൽ ആർസിഎമ്മിലൂടെ പോകാനായിട്ട് സാധിച്ചു. എന്റെ ആദ്യത്തെ ആർസിഎമ്മിന്റെ യാത്ര തന്നെ പിന്നെ ന്യൂട്രിചാർജിന്റെ ഇതിൽ വന്ന സിൽവാസ യാത്രയായിരുന്നു ആദ്യത്തെ യാത്ര. സിൽവാസ എന്നുള്ള സ്ഥലം പോലും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ആർസിഎമ്മില് ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോഴാണ് സിൽവാസ എന്ന് പറഞ്ഞ സ്ഥലം പോലും, അത് ഇന്ത്യയിലാണെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പം പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുന്നു, യാത്രകൾ പോകാൻ പറ്റുന്നു. അങ്ങനെ കിട്ടുന്ന ഒരുപാട് സൗഹൃദങ്ങൾ, യാത്രകളിലൂടെ പോകുമ്പോൾ കിട്ടുന്ന നല്ല സൗഹൃദങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. അപ്പൊ നിരന്തരമായ യാത്രയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രാജ്യത്തെ അറിയാൻ പറ്റും. പലരും വിദേശത്തൊന്ന് പോകണം, ഒരു വിമാനത്തിൽ കയറണം, വിദേശത്ത് പോകണം എന്നുള്ള സ്വപ്നം എനിക്കുമുണ്ട്. പക്ഷെ ഇന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മുഴുവൻ ഒന്ന് കണ്ടറിയണേ തന്നെ ഒരു ജന്മം വേണം എന്ന് പറയുന്നത്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നിങ്ങൾ വിദേശത്തൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുക, നിങ്ങൾ ഇന്ത്യയെ ഒന്ന് അറിയാനായിട്ട്, ഇന്ത്യയിലെ എത്രയോ സ്ഥലങ്ങൾ നമുക്ക് ഇനിയും കാണാനുണ്ടെന്നറിയാം. അപ്പൊ ഇതിനൊക്കെ ആർസ്യം നമുക്ക് വഴിയൊരുക്കും. കാരണം ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നമുക്ക് പോയി ആർസ്യമിന്റെ വേരുകൾ നമുക്ക് വായിക്കാൻ, നമുക്ക് വിത്തുകൾ വായിക്കാൻ പറ്റുന്ന അവസരമാണ്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് നിരന്തരമായ യാത്രയിലൂടെ നമുക്ക് നമ്മുടെ രാജ്യത്തെ അറിയാൻ, നമ്മുടെ ദേശത്തെ അറിയാൻ, നമ്മുടെ ജനങ്ങളെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ആർസിഎമ്മിൽ ഇനി ഏറ്റവും പ്രാധാന്യം ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു മേഖലയാണ് സ്ത്രീ ശാക്തീകരണം. അപ്പം സ്ത്രീകളെ ശക്തിപ്പെടുത്തുക, അത് നമ്മളുടെ വീട്ടിലുള്ള സ്ത്രീകൾ മാത്രമല്ല, സമൂഹത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുക. അത് പണം കൊണ്ട് മാത്രമല്ല, അറിവ് കൊണ്ടും അവർക്ക് കൊടുക്കുന്ന ശക്തി കൊണ്ടും സപ്പോർട്ട് കൊണ്ടും ഒക്കെ സ്ത്രീകളെ ശക്തിപ്പെടുത്തുക എന്നുള്ള വലിയ ലക്ഷ്യമാണ് ആർസ്യം ഏറ്റെടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആർസ്യം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും മേഖലയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവനവൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തന മേഖല, ആർസ്യം അല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തന മേഖലയിൽ എത്രത്തോളം നമുക്ക് സ്ത്രീ ശാക്തീകരണം കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഒന്ന് ഓർത്തു നോക്കാം. അപ്പം സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആർസ്യം ചെയ്യാം. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എല്ലാ കാര്യങ്ങളും. കാരണം ഇന്ന് എന്താ പറയുന്നത്, നമുക്ക് കാടുകൾ കാണാനില്ല, നമുക്ക് നല്ല വനങ്ങൾ കാണാനില്ല. പക്ഷെ നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്ന ഫ്ലാറ്റുകളുള്ള കാടുകളാണ്, കെട്ടിടങ്ങൾ നിറഞ്ഞ കാടുകളാണ് കാണാൻ പറ്റുന്നത്, അല്ലെ? അതുപോലെ നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് നിർമ്മാണ മേഖലയൊക്കെ നമ്മുടെ പ്രകൃതിയുടെ താളം തന്നെ തെറ്റുന്ന രീതിയിലേക്കാണ്.
പക്ഷെ ഇവിടെയാണ് RCMന്റെ മഹാഗുരുവായിട്ടുള്ള TCG പറയുന്നത്, നമ്മൾ മരങ്ങളെ സംരക്ഷിക്കണം, പ്രകൃതിയെ സംരക്ഷിക്കണം. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിന് രാജസ്ഥാനിലെ നശിപ്പിക്കപ്പെടാൻ പോകുന്ന ഏത് വൃക്ഷമുണ്ടെങ്കിലും അദ്ദേഹം അതിനെ മൂടോടെ അതിനെ കൊണ്ടുവന്ന് മറ്റൊരിടത്ത് വെച്ച് പിടിപ്പിച്ച് അതിനെ നട്ട് നനച്ച് അതിനെ പ്രകൃതി സംരക്ഷിക്കുന്ന കാഴ്ചകളിലൂടെ അദ്ദേഹത്തിന് രാജസ്ഥാൻ സർക്കാർ സെക്കൻഡ് ഗാന്ധി എന്നുള്ള അവാർഡ് കൊടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ പ്രകൃതി സ്നേഹി എന്നുള്ള, പ്രകൃതിയെ സംരക്ഷകൻ എന്നുള്ള കാര്യം കൂടെ പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അതിപ്പോഴും ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന്റെ ജന്മദിനത്തില് ബിൽവാരയിൽ ചെയ്യുന്നത് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന വലിയൊരു പ്രോസസ്, വലിയൊരു പരിപാടി അവിടെ സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള RCMന്റെ ഒരു പാഠമാണ്. പ്രകൃതിയുടെ സ്രോതസ്സുകളിൽ നമുക്ക് ലഭിക്കുന്ന ജലത്തെ സംരക്ഷിക്കുക, വൈദ്യുതി നിയന്ത്രണം, ഇതൊക്കെ ജലത്തിന്റെ ഉപയോഗത്തിന്റെ നിയന്ത്രണം, ഇതൊക്കെ എന്തിനാണ്? നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടും കൂടെ നമ്മുടെ പ്രകൃതിയെ ഒരുക്കുന്നതിന് ഇതിനെ സംരക്ഷിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്വം ഓരോ പൗരനുമുണ്ട്. അത് പാലിക്കപ്പെടുന്ന ഒരു ഇടമായിട്ട് RCM മാറുന്നു. അതിനു വേണ്ടിയിട്ട് നമുക്ക് RCM ചെയ്യാം, അല്ലെ? നമ്മൾ ഒറ്റയ്ക്ക് ഇതൊന്നും സാധിക്കില്ല. പക്ഷെ ഒരു കൂട്ടായ്മയിലൂടെ ആകുമ്പോൾ ഇത് നടക്കും, അത് സംഭവിക്കും എന്നുള്ളതാണ്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം നടന്നു. വിപ്ലവകരമായ മാറ്റം RCMലൂടെ ഈ ലോകത്തിന് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയുടെ സമതുലിതാവസ്ഥ, പ്രകൃതിയെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് അതിനൊരു താളമുണ്ട്. അത് തെറ്റുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പ്രകൃതിയുടെ താണ്ഡവം നമ്മൾ കാണുന്നത്, പ്രകൃതിക്ഷോഭമുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം കിട്ടുന്ന പ്രകൃതിയുടെ ഈ സമതുലിതാവസ്ഥ നിലനിർത്താനായിട്ട് നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കുന്ന മനുഷ്യരായിട്ട് നമുക്ക് RCM ചെയ്താൽ മാറും. അതിനുവേണ്ടി നമുക്ക് RCM ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം, ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലൊന്നും നമുക്ക് സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, പക്ഷെ സാമ്പത്തികം വേണം. നമുക്ക് എന്ത് കാര്യത്തിനും നമുക്ക് സാമ്പത്തികം വേണം, അല്ലേ? ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയം, അതിന് നെറ്റ് ഇല്ലാതെ, ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ആ മീഡിയത്തിലൂടെ ഇന്നിരുന്ന് അവനവന്റെ വീട്ടിലിരുന്ന് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് പോലും നമുക്ക് പൈസ കൊടുക്കും, സംസാരിക്കാൻ പൈസ കൊടുക്കും, വെള്ളം കുടിക്കാൻ പൈസ. പണ്ട് അങ്ങനെയല്ലായിരുന്നു, നമുക്ക് സംസാരിക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനൊന്നും പൈസ വേണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിനെല്ലാം നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും നമുക്ക് സാധിച്ചെടുക്കണമെങ്കിൽ പൈസ വേണം. അപ്പം പൈസയ്ക്ക് വേണ്ടിയിട്ടും കൂടെ നമുക്ക് RCM ചെയ്യാം, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. അപ്പം സമയ സ്വാതന്ത്ര്യവും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഇതിൽ നമുക്കൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് RCM ചെയ്യാം. അതുപോലെ തന്നെ നമ്മളൊക്കെ ജീവിതത്തിൽ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് പലരും മാറ്റി വെച്ചിരിക്കുക. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ആഘോഷം നടത്താറില്ല. എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷങ്ങൾ നടത്തുമ്പോൾ നമുക്ക് വേണ്ടത് പണം മുൻപന്തിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പല ആഘോഷങ്ങളെയും നമ്മൾ ചെറുതാക്കും, അല്ലെങ്കിൽ ആഘോഷങ്ങൾ നമ്മൾ വിസ്മരിക്കാറുണ്ട്. പക്ഷെ RCMൽ വന്നതിന് ശേഷം നമുക്ക് എപ്പോഴും ആഘോഷമാണ്. ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ അവിടെ വെച്ച് ഒരാളുടെ ബർത്ത്ഡേ ഉണ്ടെന്ന് അറിഞ്ഞാൽ അന്ന് അവിടെ ആഘോഷം നടക്കും, വിവാഹ വാർഷികം ഉണ്ടെന്നാൽ ആഘോഷം നടക്കും. അതുപോലെ മക്കളുടെ വിജയം, കഴിഞ്ഞ ദിവസം പിന്നെ നമ്മുടെ മങ്ങാനത്ത് നമ്മുടെ മാൻസാറിന്റെ കടയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ റെജിമോൻ സാറിന്റെ മകള്, റെജിമോൻ സാറും കുടുംബം അവിടെ എത്തിയിരുന്നു. റെജിമോൻ സാർ പോലും അറിഞ്ഞില്ല നമ്മുടെ പ്ലെയിൻ ലീഡേഴ്സ് അവിടെ ആ കുട്ടിക്ക് ഒരു സ്വീകരണം ഒരുക്കി. ഇത്രയും വലിയ മഹത്തരമായ, അല്ലെങ്കിൽ നമ്മുടെ ശാരമലയാള ബാബു സാറും ജെമിനിമാടും ഉൾപ്പെടെ മോക്ക്, ദേവിയ മോൾക്ക് പൂച്ചെണ്ട കൊടുത്തുകൊണ്ട് ഒരു വലിയ ആദരവ് അവിടെ കൊടുത്തു. മോള് 1ാം റാങ്ക് ആരോഗ്യ സർവകലാശാലയിൽ നിന്ന് അതിൽ അവൾ പഠിച്ച വിഷയത്തിൽ 1ാം റാങ്ക് മേടിക്കാൻ തന്നെ വലിയ കാര്യം തന്നെയാണ്. അപ്പൊ നമ്മുടെ RCM കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് അതൊരു ആഘോഷമാക്കി മാറ്റി എന്നുള്ളത്. അപ്പൊ എവിടെയും ആഘോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് RCMകാരുടെ ഒരു പ്രത്യേകത. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് RCM ചെയ്യാം. അതിലെല്ലാം ഉപരി 18ാമത്തെ പോയിന്റ്, സർവോപരി നല്ല ഒരു മനുഷ്യനാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് RCM ചെയ്യാം. ഇത് ശരിക്കും TCG എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇതെപ്പോഴും നമ്മുടെ ലീഡേഴ്സ് നമുക്ക് എപ്പോഴും പറഞ്ഞു തരും. നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും തന്നെ, ഇപ്പം മുർസാറാണെങ്കിലും ബിൻസാറാണെങ്കിലും ബാബുസാറാണെങ്കിലും ഏത് ലീഡേഴ്സ് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളൊരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് RCM ചെയ്യാൻ. അപ്പൊ നമുക്ക് നല്ലൊരു മനുഷ്യനാവണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് RCM ചെയ്യാം. അപ്പൊ എന്തിനു വേണ്ടി RCM ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനും ഇനി ഒരുപാട് പോയിന്റുകൾ കാണും. പക്ഷേ ഞാൻ കേട്ടതും പഠിച്ചതും അറിഞ്ഞതുമായിട്ടുള്ള കുറെ കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെക്കാട്ടിലും അറിവും കാര്യങ്ങളുള്ള ആൾക്കാർ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇത് കേൾക്കുന്നു. ഇനി സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ആ പോയിന്റുകളെല്ലാം പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പൊ നമുക്ക് RCM എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും RCM എങ്ങനെ ചെയ്യണമെന്നോ, അല്ലെങ്കിൽ RCMൽ നമ്മൾ എന്തുകൊണ്ട് വിജയിക്കാതിരിക്കുന്നു എന്നുള്ളതിന്റെ കാര്യങ്ങളിലൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം RCMൽ വന്ന് നമ്മൾ വിജയിക്കുക എന്ന് പറയുമ്പോൾ RCMൽ വിജയിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ആരോഗ്യം നേടണം, സമ്പത്ത് നേടണം. ആരോഗ്യം മാത്രം പോരാ, ആരോഗ്യത്തോടൊപ്പം നമുക്ക് സമ്പത്തും വേണം. അപ്പൊ അതിന് RCM ചെയ്യേണ്ട രീതിയുണ്ട്.
അത് ചെയ്യാതിരുന്നാൽ നമുക്ക് ഒരിക്കലും RCM നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടണമെന്നില്ല. അപ്പൊ അതിന് നമുക്ക് RCM എന്തുകൊണ്ട് വിജയിക്കാതിരിക്കുന്നു, അതിനുള്ള ഒരു കുറച്ച് പോയിന്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ലീഡേഴ്സ് ഒക്കെ തന്നെ പറഞ്ഞ പോയിന്റുകളൊക്കെ തന്നെ ഒന്ന് കൂട്ടി എഴുതി വെച്ചപ്പോൾ അതെല്ലാവർക്കും ഒന്ന് ഉൾക്കൊള്ളാൻ പറ്റും. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ നോക്കുമ്പോൾ അതിലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യാതിരിക്കുന്നത്, അതുകൊണ്ടാണ് എൻ്റെ മുന്നോട്ടുള്ള വിജയത്തിന് എനിക്ക് തടസ്സം. അത് ഞാൻ പറഞ്ഞത് RCM മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ വിജയത്തിനും ഇതെല്ലാം തടസ്സമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ പോയിന്റുകൾ ഒന്ന് ശ്രദ്ധിക്കാം. ഒന്നെന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മളുടെയൊക്കെ ആഗ്രഹങ്ങളെ നമുക്ക് ചില ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുക. നല്ല രീതിയിൽ ഒരു സ്വപ്നം കാണാൻ നമുക്ക് പറ്റുന്നില്ല. RCM ആദ്യത്തെ കാര്യം, രണ്ടാമത്തെ പോയിന്റ് തന്നെ 6x6 രണ്ടാമത്തെ പോയിന്റ് ആണ് മേക്ക് എ ലിസ്റ്റ് ഓഫ് യുവർ ഡ്രീംസ് എന്ന്. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ലിസ്റ്റ് എഴുതാൻ. ഞാൻ ആദ്യമായിട്ട് ലിസ്റ്റ് എഴുതിയത് RCM വന്നതിന് ശേഷമായിട്ട്. RCM എന്നൊരു 6 മാസത്തേക്കൊന്നും സ്വപ്നം എഴുതാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവസരം എപ്പോഴും നമ്മുടെ മീറ്റിംഗിൽ എപ്പോഴും പറയും, നിങ്ങളുടെ ഡ്രീം നിങ്ങൾ എഴുതി വെക്കുന്ന പറയും. എഴുതാനും ഉള്ള ഭയമല്ല, എഴുതിയാൽ പോലും അതൊക്കെ നേടാൻ പറ്റുമോ, ഇതൊക്കെ മതി, നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയൊക്കെ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും ചില മീറ്റിങ്ങിലൊക്കെ പറയാറുണ്ട്, നമ്മൾ കേട്ടു തരുന്ന 2 ശീലികളുണ്ട് അല്ലേ. നാളികേരത്തിന്റെ നാട്ടിൽ എനിക്ക് ഒരു നാഴി ഇടങ്ങഴി മണ്ണുണ്ട്, അവിടെ 4 കാൽ ഓരപ്പുരയുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന പഴമ ചിന്തയാണ്. അത് ആ കവിത മോശമാണെന്നല്ല, അത്തരം ചിന്തയിനപ്പുറത്ത് നമുക്കൊരു നല്ല വീട് വെക്കണമെന്നോ, എനിക്ക് കുറച്ച് സ്ഥലങ്ങൾ ഏരിയ വേണമെന്നോ, അല്ലെങ്കിൽ എനിക്ക് നല്ല കാറ് വേണമെന്നോ ഒക്കെ ചിന്തിക്കാനുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഡ്രീംസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങ് പോയിട്ട് എങ്ങനെയൊക്കെയും ജീവിച്ചാൽ മതി എന്നാണ്. പക്ഷെ അതിനപ്പുറത്ത് RCM വന്നു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം വലിയ സ്വപ്നങ്ങൾ ഇല്ലാത്തത് തന്നെ RCM വിജയിക്കാതിരിക്കുന്നതിനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പം വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വേണം RCM ചെയ്യാൻ. പിന്നെ രണ്ടാമത്തെ കാര്യം, പരിശ്രമം ഇല്ലാത്തത് കൊണ്ട് പരാജയപ്പെടുന്നു, കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കും. നമുക്ക് എന്തെങ്കിലും നമ്മൾ RCM ചെയ്തിട്ട് നമുക്ക് PV വരണം, അപ്പൊ അതുകൊണ്ട് സെൽഫിൽ കുറച്ച് PV ഒക്കെ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, 5000 PV എങ്ങനെയെങ്കിലും ഒപ്പിച്ചൊക്കെ ചെയ്യും എന്നുള്ളതല്ല. അതിനപ്പുറത്ത് നമ്മളുടെ ഒരു പരിശ്രമം കൂടി കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ഫലത്തേക്കാളോ, കിട്ടുന്നതൊക്കെ മതി, ഏതായാലും സാധനമൊക്കെ മതി, അതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെ നമ്മളുടെ ഒരു പരിശ്രമം ഇല്ലാത്തത് കൊണ്ട് RCM നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല, വിജയിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് നിന്ന് ഇങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ഔട്ട്പുട്ട് കൊടുത്തു എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പൊ നമ്മുടെ ഒരു ഫുൾ എഫേർട്ട് ഇതിന് കൊടുക്കുക എന്നുള്ളതാണ് RCM നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രഥമമായ മറ്റൊരു കാര്യം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും റിസൾട്ടിനെ സ്നേഹിക്കും അല്ലെ. മാസാവസാനം വരുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലും കിട്ടിയോ, അല്ലെ ചെറിയ എന്തെങ്കിലും ഒരു പിൻ ലെവലൊന്ന് മാറിയോ എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. നമ്മൾ ഇഷ്ടപ്പെട്ടല്ല RCM ചെയ്യുന്നുള്ള. നമ്മൾ അതിന്റെ പ്രവർത്തനത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നില്ല, മറിച്ച് റിസൾട്ട് വരുമ്പോൾ മാത്രമാണ് സന്തോഷം. RCM ചെയ്യുന്നത് നമ്മൾ സന്തോഷത്തോടെ ചെയ്യണമെന്നത്. അപ്പം കഷ്ടപ്പെടാതെ നമുക്ക് വരുമാനം ആഗ്രഹിക്കാൻ പാടില്ല. അപ്പൊ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, RCM വിജയിക്കാതിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അതിന്റെ കഷ്ടപ്പെടാതെ റിസൾട്ടിനെ മാത്രം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണോ അത് മാറ്റം വരുത്തേണ്ട ആൾക്കാർ തീർച്ചയായിട്ടും അത് നമ്മൾ മാറ്റം വരുത്തിയാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ള. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട, നമുക്ക് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എപ്പോഴും പറയാണ്ട്, അത് പർച്ചേസിലാണെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങളിലാണെങ്കിലും ചിന്തകളിലാണെങ്കിലും തുടർച്ചയായി ഒരു കാര്യം ചെയ്താൽ മാത്രമേ വിജയിക്കത്തുള്ളൂ. അപ്പം നിരന്തരമായി പരിശ്രമം ഇല്ലാത്തതും ദിവസേനയുള്ള പരിശ്രമം ഡ്യൂട്ടി ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ചെയ്യാത്തതും RCM വിജയിക്കാതിരിക്കുന്നതിനുള്ള മറ്റൊരു കാരണമാണ്. നിരന്തരമായിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. അപ്പൊ RCM എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നിരന്തരമായിട്ട് ചെയ്യണം. നമ്മളോട് പറയുന്നു സെൽഫ് യൂസ്, അത് നിരന്തരമായിട്ട് തന്നെ ചെയ്യണം അല്ലെ. മറ്റല്ല പ്രൊമോട്ട് ചെയ്യാൻ പറയുന്നു. അപ്പം സെയിൽ അല്പം നമുക്ക് റീറ്റെയിലും കൂടെ ചെയ്യണം, അത് നിരന്തരമായിട്ട് ചെയ്യണം. ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് നിരന്തരം സ്ഥിരമായിട്ട് തന്നെ അത് ചെയ്യണം. ഹോം മീറ്റിംഗ് നടത്തുക, അത് നിരന്തരമായിട്ട് ചെയ്യണം. അപ്പം 1-to-1 മീറ്റിംഗ് എന്നും ഒരാളോടെങ്കിലും RCM പറയണമെന്ന് പറയുന്ന നമ്മുടെ പിന്നെ 8 core steps പറയുന്നുണ്ട്, ഒരു ആഴ്ചയിൽ 5 പേരോട് പ്ലാൻ പറയണമെന്ന്. അത് നിരന്തരമായിട്ട് ചെയ്യണം. വല്ലപ്പോഴും പോയി 5 പേരോടല്ല, നിരന്തരമായിട്ട്. അപ്പൊ സ്ഥിരമായിട്ടും ദിവസേനയും നമ്മൾ എല്ലാ ദിവസവും RCM നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ RCM വിജയിക്കുക. അത് ചെയ്യാതിരുന്നാൽ നമ്മൾ RCM വിജയിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയ കാര്യം, നമുക്കൊരു മാറ്റം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് സോൺ വിടാതിരിക്കുക. അപ്പൊ നമുക്ക് നോ പെയിൻ നോ ഗെയിൻ എന്ന് പറയുന്നത്, വേദന ഇല്ലാതെ നമുക്കൊരു നേട്ടങ്ങളില്ല. അപ്പൊ നമുക്ക് കുറച്ച് വേദനിക്കും.
അല്ലെ യാത്രകൾ ചെയ്യണം, രാവിലെ ഉണരണം. ഇപ്പം നമ്മുടെ ഉണർവിൽ കയറണേ നമുക്ക് രാവിലെ ഉണർന്നെഴുന്നേൽക്കണം. ഇപ്പം ഉറക്കം നഷ്ടപ്പെടും, അതൊരു ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കും അല്ലെ. കൂടുതൽ ദൂരത്ത് പോയി നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏരിയ വിട്ട് നമുക്ക് കംഫർട്ട് സോൺ വിട്ടു പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ നമുക്ക് അത് ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കാം. ചിലപ്പോൾ മഴയായിരിക്കും, വെയിലായിരിക്കും, മഞ്ഞായിരിക്കും, ഇതൊക്കെ നമുക്ക് സഹിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് എന്താ പറയുന്നത്, നമ്മൾ കംഫർട്ട് സോൺ വിടണം. നമ്മളൊരു പെയിൻ ഉണ്ട്, ആ പെയിനിലൂടെ ഒരു നേട്ടം ഉണ്ടാകുന്നത് എപ്പോഴും സ്ഥായിയായി നിൽക്കത്തുള്ളൂ. പലപ്പോഴും കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതിനെ ഒരിക്കലും നമുക്ക് വിജയം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിൽ വിജയം കണ്ടെത്താൻ സമാധാനം, സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ വിജയം ആസ്വദിക്കപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, RCMലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ് ആൻഡ് കെയറിങ് അപ്ലൈൻസിനെ നമ്മൾ കണ്ടെത്തുക, അവരുടെ വാക്കുകൾ കേൾക്കുക, അത് പ്രവർത്തിക്കുക എന്നുള്ളത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഒക്കെ പറയും, നമ്മളും എന്റെ മെന്ററാണ്, എന്റെ എന്നെ RCMലേക്ക് കൊണ്ടുവന്ന ആളാണ്, അദ്ദേഹത്തോട് എനിക്ക് കടപ്പാടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ പറച്ചിലുണ്ട് അല്ലെ. ആ ചാപ്ലിനെ നമ്മൾ ഗുരുവാണെന്ന് പറയും, പക്ഷെ ഗുരു പറയുന്നതൊന്നും കേൾക്കാറോ ചെയ്യാറോ ഇല്ല. ഇത് RCMൽ വിജയിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഞാൻ ഈ പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന 54 പേരും അങ്ങനെയാണെന്നല്ല, മറിച്ച് ആരെങ്കിലും ഒക്കെ വിജയിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ കാരണങ്ങൾ ഉണ്ടോ എന്നൊന്ന് പരിശോധിച്ചാൽ മതി. നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ അപ്ലൈൻ കേൾക്കാത്തതും, നമ്മുടെ അപ്ലൈൻ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാത്തതും ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. പറയുന്ന കാര്യങ്ങളെല്ലാം ചെവി കൂടെ കേൾക്കുക എന്നുള്ളതല്ല, കേട്ടിട്ട് അത് പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ അതിനകത്ത് നമ്മൾ വിജയിക്കത്തുള്ളൂ. അപ്പം അപ്ലൈൻ പറയുന്ന കാര്യങ്ങളെ അനുസരിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും RCMൽ നമുക്ക് വിജയം കണ്ടെത്താൻ പറ്റും. 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ്. അത് RCMന്റെ ഒരു അസോസിയേറ്റ് ബയർക്ക് വേണ്ട ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഫെയ്ത്ത്, അല്ലെ ട്രസ്റ്റ്. നമ്മൾ RCMൽ എന്നുള്ള പ്രസ്ഥാനത്തിൽ വിശ്വസിക്കണം, അതിന്റെ സാരഥികളെ വിശ്വസിക്കണം, നമ്മളുടെ അപ്ലൈൻ ലീഡേഴ്സിനെ വിശ്വസിക്കണം, ഇതിന്റെ എല്ലാ ഗുരുക്കന്മാരെയും വിശ്വസിക്കണം, ഒപ്പം നമ്മളോടൊപ്പം വന്നു ചേരുന്ന അസോസിയേറ്റുമാരെ വിശ്വസിക്കണം, നമ്മുടെ ചുറ്റുപാടുകളെ വിശ്വസിക്കണം. പക്ഷെ പലപ്പോഴും ഇത് എപ്പോഴും സംശയത്തിന്റെ കണ്ണോടി കൂടി കാണുന്ന ആൾക്കാരാണ്. 2008 RCMൽ ചേർന്ന ഒരു വ്യക്തി കഴിഞ്ഞ കുറെ നാളുകളായിട്ടൊന്നും ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് അന്ന് മേടിച്ച പാൻസിന്റെ തുണി തയ്പ്പിച്ച പാന്റ് എന്നെ എടുത്ത് കാണിച്ച വ്യക്തിയുണ്ട്. അദ്ദേഹം വീണ്ടും റീജോയിൻ ചെയ്ത് RCMൽ വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴും സംശയമാണ്, ഇതൊക്കെ നേരാണ്, RCM വില കൂട്ടി വിറ്റേച്ച്, വില കൂട്ടി ഇട്ടേച്ച് നമുക്ക് കുറച്ച് തരുന്നതല്ലേ, നല്ല ക്വാളിറ്റി ഉണ്ടോ? അപ്പം അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റുമോ ഇതിനകത്ത് അല്ലെ? അദ്ദേഹം ഇതിനകത്ത് ഇന്ന് കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞത് എന്റെ ടീമിലുള്ള ആളാ. അപ്പം കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞ കുറെ സംശയങ്ങളാണ്. 2008 വന്ന RCMൽ ആദ്യം ജോയിൻ ചെയ്ത ആളാണെന്നും കൂടെ ഓർക്കണം. ആ വ്യക്തിക്ക് ഇപ്പോഴും RCM എന്നുള്ള ഈ പ്രസ്ഥാനത്തെ ഇത്രയും നാൾ, ഇനി ലോകമെമ്പാടും RCM വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോലും വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും RCMൽ വിജയിക്കാൻ പറ്റത്തില്ല. അപ്പം വിശ്വാസം ഇല്ലാതിരിക്കുന്നത് 100% വിശ്വസിക്കണം. 100% വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ RCM ചെയ്യാൻ. അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു ടാർഗറ്റ് ഉണ്ടാകണം. ഒരു ടാർഗറ്റ് നമ്മൾ നിശ്ചയിക്കണം സ്വന്തമായിട്ട്. അതിനെ ഒരു ഡെയിലി ടാർഗറ്റ് ആക്കി മാറ്റിക്കൊണ്ട്, ഒരു ദിവസം ഞാൻ ഇത്ര രൂപയുടെ സാധനം വിൽക്കും, അല്ലെ ഒരു ദിവസം ഞാൻ ഇത്ര പേരെ കണ്ട് RCM പറയും, ഇത്ര പേരോട് പ്ലാൻ പറയും, ഒരു ദിവസം ഞാൻ ഇത്ര ഹോം മീറ്റിംഗ് ചെയ്യും, 1-to-1 മീറ്റിംഗ് ചെയ്യും. അങ്ങനെ സ്വയം ഒരു ടാർഗറ്റ് ഇല്ലാതിരിക്കുന്നതും RCMൽ വിജയിക്കാതിരിക്കുന്നുള്ള കാരണം. ഇതെല്ലാം നമ്മളൊന്ന് ആത്മപരിശോധന നടത്തേണ്ട കാര്യങ്ങളാണ്. മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കാനല്ല, ആത്മപരിശോധന നടത്തണം. മറ്റൊരാൾ ഇത് ചെയ്യുന്നില്ല എന്ന് പോയി പറയുന്നതിന് മുമ്പ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എനിക്ക് മറ്റൊരാളോട് ഉപദേശിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും ഞാൻ എനിക്ക് വേണ്ടി എഴുതി വെച്ച കാര്യങ്ങളാണ്, ഇതൊന്ന് ഷെയർ ചെയ്യാണ്, കാരണം ആർക്കെങ്കിലും ഒക്കെ ഗുണം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏതൊരു ജോലി ചെയ്യുമ്പോഴും അത് നമ്മളെ ഇഷ്ടപ്പെട്ട് ചെയ്യണം. അപ്പൊ ഇഷ്ടപ്പെട്ട് ചെയ്യാല്ല. ഇപ്പൊ നമ്മളൊക്കെ ചിലപ്പോൾ കഷ്ടപ്പെട്ടായി പലപ്പോഴും പലരെയും കാണുമ്പോൾ ഇതും കൊണ്ടൊന്നും രക്ഷയില്ലെന്ന്, പിന്നെ ഞാൻ അങ്ങ് കൊണ്ട് നടക്കുന്നതെന്നേ ഉള്ളൂ, ഇത് വല്ല കാര്യമുണ്ട് എന്ന് പറയുന്ന നെഗറ്റീവുകൾ മാത്രം പറയുന്ന ചില ആൾക്കാരാണ്. അപ്പൊ അത്തരം ആൾക്കാർ ഒരിക്കലും നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ വിജയിക്കില്ല. ഏതൊരു ജോലിയാണെങ്കിലും, അത് ജോലിയാണെങ്കിലും പഠനമാണെങ്കിലും നമ്മൾ അതിനെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റണം. അപ്പം ഇഷ്ടപ്പെട്ട് നമ്മൾ കഷ്ടപ്പെടാൻ പറ്റണം. കഷ്ടപ്പാടുണ്ട്, RCMൽ കഷ്ടപ്പാട് നന്നായിട്ടുണ്ട്. കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അത് ഇഷ്ടപ്പെട്ട് നമ്മൾ കഷ്ടപ്പെടണം. പണ്ട് നമ്മളെ ടൈഗർ സന്തോഷ് നായർ പറഞ്ഞു, ഇഷ്ടമില്ലാത്തത് നിങ്ങൾ നിങ്ങൾക്ക് എന്നാലേ ഇഷ്ടമുള്ളത് നേടാൻ പറ്റും. ഇഷ്ടമില്ലാത്തത് ചെയ്ത് നമ്മൾ ഇഷ്ടമുള്ളത് ചെയ്യും. അപ്പം ഇഷ്ടമില്ലാത്തത് ചെയ്യുമ്പോൾ അത് ഹാബിറ്റായി മാറുന്നതാവും. അപ്പൊ പിന്നെ നമുക്ക് അതിന് കഷ്ടപ്പാട് തോന്നത്തില്ല, നമ്മളത് വളരെ താല്പര്യത്തോടുകൂടി ചെയ്യും. അങ്ങനെ ചെയ്യാൻ സാധിക്കണം. 10ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ വിജയിക്കാത്തതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം
നമ്മൾ മറ്റുള്ളവരുടെ മേൽ പഴിചാരും. നമ്മളുടെ സ്വന്തം തെറ്റുകളോ കുറവുകളോ കണ്ടെത്തുന്നതിന് പകരം ആ അപ്ലൈൻ കാരണമാണ് എനിക്ക് വിജയിക്കാൻ പറ്റാത്തത്, അല്ല എന്റെ കൂടെ വന്ന അസോസിയേറ്റ് ബയേഴ്സ് ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് വിജയിക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കാത്തതിന്റെ കാരണങ്ങൾ തുടങ്ങുന്നത് ഒരുപക്ഷെ മാതാപിതാക്കളെ കുറ്റം പറയും, നമ്മൾ സഹോദരങ്ങളെ പറയാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരെ പറയും. എല്ലാത്തിനും നമ്മളുടെ കുറവുകളെ നമ്മൾ കണ്ടെത്തുന്നതിന് വരെ മറ്റുള്ളവരെ നമ്മൾ പഴിചാരുന്ന ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിലും വിജയിക്കില്ല, ആർസിഎമ്മിലും വിജയിക്കില്ല. ആർസിഎമ്മിലും അത് ഏറ്റവും ആവശ്യമാണ്. മറ്റുള്ളവരെയല്ല, നമ്മളെ സ്വയം തിരുത്താൻ നമ്മൾ തയ്യാറാവണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഫലത്തെ, നമുക്ക് കിട്ടുന്ന റിസൾട്ടിനേക്കാളും കുറഞ്ഞ പരിശ്രമമേ നമുക്കുള്ളൂ എങ്കിൽ നമ്മൾ ഒരിക്കലും ആർസിഎമ്മിൽ വിജയിക്കില്ല. നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കാട്ടിലും റിസൾട്ടിനെക്കാട്ടിലും കുറഞ്ഞ പരിശ്രമം, അത് ആരോഗ്യകാര്യത്തിലായിക്കോട്ടെ. കാരണം നമ്മൾ ഇപ്പം ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പറയുന്നു. ഇപ്പൊ പുരുഷന്മാരാണെങ്കിൽ ന്യൂട്രിചാർജ് മേനും ബെജ്ജമേഗയും ആദ്യം പറയുമ്പോൾ ഒരുപക്ഷെ കേൾക്കും, 1-2 മാസം കൃത്യമായിട്ട് കഴിക്കും, നമുക്കൊരു റിസൾട്ട് കിട്ടി കഴിയുമ്പോഴത്തേനും ചിലപ്പം ബെജ്ജമേഗ വേണേ അങ്ങ് കട്ട് ചെയ്യും, എന്നിട്ടല്ലേ മേൻ മാത്രം കഴിക്കും. എന്നിട്ടോ ഇതൊന്നും സുരേഷ് സാർ പറയുന്നതോ അല്ലെങ്കിൽ ഡോക്ടർ രാജൻ സാർ പറയുന്ന കാര്യങ്ങളോ കേൾക്കാതെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പലതും അങ്ങ് കട്ട് ഷോട്ട് ചെയ്യും. ചെലവ് ഓർത്തും ആയിരിക്കും. പക്ഷെ നമ്മുടെ റിസൾട്ട് നമുക്ക് നന്നായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് പിന്നെ നമ്മുടെ പരിശ്രമം കുറവാണ്, നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലെ കുറവെന്ന് പറയും. ഇതുപോലെ തന്നെയാണ് നമുക്ക് കമ്മീഷൻ. ചില സമയത്ത് നമുക്ക് നമ്മുടെ പ്രവർത്തനം കൊണ്ട് അല്ലാതെ തന്നെ ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇൻസെന്റീവ് ഒക്കെ കയറി വരാം. അവിടെ നമ്മുടെ പരിശ്രമം എത്രത്തോളം ഉണ്ടായിരുന്നു നമ്മുടെ ആത്മപരിശോധന നടത്തുക. എന്റെ പരിശ്രമം കൊണ്ടാണോ എനിക്ക് ഇത് കിട്ടാനായിട്ട് സാധിച്ചതെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും പരിശ്രമത്തിലൂടെ നമുക്ക് നല്ല റിസൾട്ട് കണ്ടെത്താൻ പറ്റും. അപ്പം നമ്മൾ വിജയിക്കാതിരിക്കാനല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെക്കാട്ടിലും നമ്മുടെ പരിശ്രമം കുറവായതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾക്ക് കിട്ടുന്നതിൽ തൃപ്തിപ്പെടുക. മുമ്പ് ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു, കിട്ടുന്നത് കൊണ്ട് അങ്ങ് തൃപ്തിപ്പെട്ടിരിക്കുക, കൂടുതൽ വേണം എന്ന് ആഗ്രഹമില്ല. കിട്ടുന്നത് അതാത് മാസം ഇത്രയും കിട്ടിയ അത് മതി, അതിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരാൾക്ക് പോലും ജീവിതത്തിൽ നമുക്ക് വളരാൻ പറ്റില്ല, ആർസിഎമ്മിലും വളരാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ചെറിയ ചെറിയ പരാജയങ്ങളൊക്കെ സംഭവിക്കാം. ഇപ്പം എല്ലാ ലെവലുകളും എല്ലാവർക്കും എല്ലാ മാസവും നിലനിർത്തിക്കൊണ്ടല്ല. ഇപ്പൊ ഇന്ന് ലീഡേഴ്സ് ആയിരിക്കുന്ന 70 ലക്ഷം തൊട്ട് നമുക്ക് 1000 രൂപ വരെ വാങ്ങുന്ന ആൾക്കാർ ആർസിഎമ്മിലുണ്ട്. ഒന്നും കിട്ടാത്തവരുണ്ട്, പുതുതായിട്ട് വന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ ഒന്നും കിട്ടിയിട്ടുണ്ടാവത്തില്ല. എങ്കിലും നമ്മുടെ ആർസിഎമ്മിന്റെ ഒരു കൺസെപ്റ്റ് ലെവൽ വെച്ച് നോക്കുമ്പോൾ ബിഗിനർ തൊട്ട് സ്റ്റാർ ഡയമണ്ട് വരെ ചെയ്യുമ്പോൾ 1000 തൊട്ട് 50 ലക്ഷത്തിന് മുകളിൽ വരെ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഇതെല്ലാവർക്കും സാധിക്കും. ഇന്നലെ നമ്മളൊരു വീഡിയോ കണ്ടു, രവി ഒ.പി. ശർമ്മ സാറിന്റെ പുതിയ BMW കാറ് TC ചബ്രാജി സാറ് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വീഡിയോ എല്ലാവരും കണ്ടു. ബാബു സാറ് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം നമുക്കും ഇത് വാങ്ങാനുള്ള അവസരമുണ്ട്. രവി ഒ.പി. ശർമ്മ സാറിന് പ്രത്യേകിച്ച് സിദ്ധികളൊന്നും ദൈവം കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ അച്ഛൻ ഇത് തുടങ്ങി, അദ്ദേഹത്തിന് അത് കൈമാറി, അദ്ദേഹം അത് കിട്ടി, അച്ഛൻ കൊടുത്തതിനെ നമ്മൾ അതിനെ 10 മടങ്ങാക്കാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ വരുമാനം വന്നതും 1.5 കോടിയിലേറെ രൂപ വിലയുള്ള BMW ഏറ്റവും പുതിയ വേർഷൻ കാർ വാങ്ങാൻ സാധിച്ചത്. അതിലൊക്കെ പൈസ കൊടുത്തായിരിക്കും. കാരണം അദ്ദേഹത്തിന് ഒരു മാസം ഏതാണ്ട് 70 ലക്ഷത്തിനകത്ത് പൈസ വരും. അപ്പൊ ഇത് നമുക്ക് സാധിക്കും. പക്ഷെ നമ്മളെല്ലാം എന്ത് ചെയ്യുന്നത്, കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടും, കൂടുതൽ നേടാനായിട്ട് ശ്രമിക്കത്തില്ല. എന്നിട്ട് ആർസിഎമ്മിൽ നിന്നൊന്നും കിട്ടിയില്ല എന്ന് നമ്മൾ പരാതി പറയുന്ന ആൾക്കാരായി മാറും. ചെറിയ ചെറിയ തോൽവികളെ പരാജയങ്ങളെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇട്ടിട്ടു പോകും. പലരും അത് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം ആദ്യ കാലഘട്ടത്തിൽ ചിന്തിച്ചിട്ടുണ്ട്, ഇതിന്ന് രക്ഷപ്പെടാൻ പറ്റും. നമുക്ക് വിശ്വാസമില്ല, അതുകൊണ്ടാണ്. അപ്പം വിശ്വാസം ആർജിച്ചെടുത്തുകൊണ്ട് ചെറിയ തോൽവിയിൽ നമ്മൾ പരാജയമടങ്ങാൻ അതിനെ നമ്മൾ ചവിട്ടുപടിയാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ആർസിഎമ്മിൽ വിജയിക്കാൻ സാധിക്കും. അപ്പം വിജയിക്കാൻ ഇരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കാതിരിക്കുക. ഉപേക്ഷിക്കുന്നത് കൊണ്ട് നമുക്ക് വിജയം നമുക്ക് കിട്ടാതെ പോകും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ കൂട്ടുകെട്ട്, നമ്മളുടെ ബന്ധങ്ങളെ നമ്മളൊന്ന് നോക്കുക. നെഗറ്റീവ് പറയുന്ന ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്കുണ്ടെങ്കിൽ അവരിൽ നിന്ന് മാറുക, എത്രയും വേഗം മാറുക. എല്ലാ കാര്യത്തിലും നെഗറ്റീവ് പറയുന്നു, ഇതൊന്നും നടക്കത്തില്ല, ഇത് അവർക്ക് കുറെ ലീഡേഴ്സ് മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ, നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, ഇതൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കുന്ന പലരും ഉണ്ട്, അല്ലെ? കിട്ടാത്ത മുന്തിരി പൊളിക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിജയിക്കാത്ത ആൾക്കാരെന്തെയും വിജയത്തിലേക്ക് പോകേണ്ട ആൾക്കാരുടെ വിജയത്തെ കൂടെ തടസ്സപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. അപ്പം നല്ല ആൾക്കാരുമായിട്ട് നമ്മൾ സംസർഗം ഉണ്ടാവണം, ഒരു നല്ല കൂട്ടുകെട്ടുണ്ടാവണം, നെഗറ്റീവിൽ നിന്ന് മാറി നിൽക്കുക. അപ്പൊ നെഗറ്റീവ് കേട്ടുകൊണ്ടാണ് നിങ്ങൾ ആർസിഎം ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ ആർസിഎം വിജയിക്കത്തില്ല. അപ്പൊ അത് വിജയിക്കാതിരിക്കാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ദീർഘവീക്ഷണം ഇല്ലാതിരിക്കുക, ആർസിഎമ്മിന്റെ വിഷൻ കാണാതിരിക്കുന്നത്.
അത് ആർസിഎമ്മിൽ വിജയിക്കാതിരിക്കാനുള്ള ആർസിഎമ്മിന്റെ വിഷൻ നമ്മൾ മനസ്സിലാക്കണം. ബാബു സാർ എപ്പോഴും പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എന്താ പറയുന്നത്, ദീർഘവീക്ഷണം ഉണ്ടായിരിക്കും. നമ്മളിലെ ചില പോരായ്മകളെ നമ്മളൊന്ന് മാറ്റി നിർത്തിയിട്ട് ആർസിഎമ്മിനെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് 500 വർഷത്തേക്ക് പിന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു ക്യാമ്പയിനാണ്. ഇപ്പൊ ആർസിഎം അഭിയാൻ, ആർസിഎം ബിസിനസ് എന്നുള്ള മാറി, ആർസിഎം അഭിയാനായി മാറുക വലിയൊരു പ്രചാരണ പരിപാടിയാണ്. അപ്പം ഒരു 500 വർഷം എന്ന് പറഞ്ഞാൽ എത്ര തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിലൂടെ ആരോഗ്യവും സമ്പത്തും നേടിക്കൊണ്ട് നല്ലൊരു ഇന്ത്യയെ പുനഃസൃഷ്ടിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളെ ജീവിതകാലത്തിൽ ഒരുപക്ഷെങ്കിൽ ആ പുതിയ ഇന്ത്യയെ നമുക്ക് കാണാൻ സാധിച്ചെന്ന് വരത്തില്ല. പക്ഷെ വരാൻ പോകുന്ന തലമുറകൾ, നമ്മളുടെ മക്കളുടെ ആ ഒരു തലമുറ വരുമ്പോൾ ഒരുപക്ഷെങ്കിൽ പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞിരുന്ന അല്ലെ, പിന്നെ നമ്മൾ ഓണക്കാലത്ത് നമ്മൾ പാടുന്ന ഒരു ഇതുണ്ടല്ലോ അല്ലെ, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഭാരതത്തെ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം. നമ്മൾ വെക്കുന്ന ഒരു തൈകളിൽ നിന്നും നമുക്കൊരു പക്ഷെ ഫലം കിട്ടിയില്ല. നമ്മൾ ഇന്ന് തേങ്ങ ഇടുന്ന തെങ്ങും ചക്ക പറിക്കുന്ന പ്ലാവും ഒക്കെ അല്ലെ മാങ്ങ പറിക്കുന്ന മാവും ഒക്കെ നമ്മൾ വെച്ചിട്ടാണോ നമ്മൾ അതിൽ നിന്ന് കഴിക്കുന്നത്? നമ്മൾ കോരി കുടിക്കുന്ന വെള്ളം ഏത് കിണറ്റിൽ നിന്നാണ്? നമ്മുടെ പൂർവികർ ആരോഗ്യം ഒഴിച്ച കിണറ്റിൽ നിന്നാണ് നമ്മൾ നല്ല ശുദ്ധജലം കോരി കുടിക്കുന്നത്. അപ്പൊ അവരന്ന് ചെയ്തപ്പോ അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഒരുപക്ഷെ കുടിച്ചിട്ടുണ്ടാവത്തില്ല. അവര് കുഴിച്ചു വെച്ച മാവിൽ നിന്ന് ഒരു മാങ്ങ പോലും അവർ തിന്നിട്ടുണ്ടാവത്തില്ല. അതെല്ലാം നമുക്ക് വേണ്ടി തന്നു. അന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവത്തില്ലേ എന്റെ തലമുറ ഉപയോഗിക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു ചിന്താഗതിയോടുകൂടി തന്നെ ആർസിഎം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ആർസിഎമ്മിൽ വിജയിക്കും. ഇപ്പോൾ കിട്ടുന്ന ഇന്നത്തെ നമ്മുടെ വർത്തമാന കാലത്തിൽ ഒരിക്കലും നമുക്ക് ആർസിഎമ്മിൽ നിന്ന് നമുക്ക് വലിയ കാര്യങ്ങളൊന്നും കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ നമ്മുടെ ഭാവിക്ക് വേണ്ടി, നാളെ അടുത്ത നിമിഷം നമ്മളുടെ ഭാവിയാണ്, അടുത്ത നിമിഷത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെ അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഭാവി സുരക്ഷിതമാക്കാനായിട്ട് നമുക്ക് ആർസിഎം ചെയ്യണം. അങ്ങനെ ചെയ്യാതിരുന്നാൽ നമ്മൾ വിജയിക്കില്ല. അപ്പൊ ഇതെല്ലാം ചെയ്യാതിരുന്നിട്ട് നമ്മൾ പറയുന്നു ആർസിഎമ്മിൽ ഞാൻ വിജയിച്ചില്ല. അപ്പം ഇതായിരിക്കണം നമ്മുടെ ഒരു ചിന്തയിലേക്ക് വരേണ്ട കാരണങ്ങൾ. അപ്പം എന്തുകൊണ്ട് ആർസിഎമ്മിൽ വിജയിച്ചില്ല, എങ്ങനെ ആർസിഎം ചെയ്യണം, എന്തിനു വേണ്ടി ആർസിഎം ചെയ്യണം, ഈ കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് വിജയമുണ്ടാകും. നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവത്തെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഒരു ഗ്രാമത്തില് 2 അയൽക്കാര് താമസത്തിന് വന്നു. അവര് വീടൊക്കെ വെച്ച് താമസിക്കുകയാണ്. അപ്പോൾ ഒരു വീട്ടിലെ ആൾക്കാര് അവരുടെ ജനാലയിലൂടെ നോക്കിയിട്ട് അവര് പറഞ്ഞു, ഇന്നെന്താണ് പ്രകൃതിയെല്ലാം ഭയങ്കര, അന്തരീക്ഷം വളരെ മൂടിക്കെട്ടി നിൽക്കുന്നു, വലിയ മഴക്കാറും ഒക്കെ വരുന്നല്ലോ, അന്തരീക്ഷം ഒരു സുഖകരമല്ലല്ലോ എന്ന്. തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാര് അവരുടെ ജനലിൽ കൂടെ നോക്കിയിട്ട് പറഞ്ഞു, വളരെ സുരഭില സുന്ദരമായൊരു ദിവസമാണല്ലോ എന്ന്, എന്തൊരു സൂര്യന്റെ ഒരു തേജസ് കണ്ടോ എന്ന് ചോദിച്ചു. രണ്ടുപേരും അവരവരുടെ വീട്ടിൽ നിന്ന് കണ്ട കാഴ്ചകളിൽ നമ്മൾ മനസ്സിലാക്കുക, അവരുടെ ജനലിൽ കൂടെ കണ്ട കാഴ്ചയാണ്. ആദ്യത്തെ ആളിന്റെ ജനൽ ചില്ലകള് മങ്ങിയാണ് ഇരുന്നത്. അവിടെ പായലും പൂപ്പലും പിടിച്ചിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്, അദ്ദേഹത്തിന് പ്രകൃതിയെ മങ്ങി കാണാൻ സാധിച്ചപ്പോൾ മറ്റേ വീട്ടുകാരന്റെ ജനല് വളരെ വൃത്തിയായി തുടച്ച് വൃത്തിയാക്കി ജനലിൽ കൊണ്ടാണ് കണ്ടത്. അപ്പൊ ഇതാണ് മനോഭാവം. നമ്മുടെ മനസ്സിലെ അഴുക്കിനെ നമുക്ക് മാറ്റാൻ സാധിച്ചാൽ അതിലൂടെ കാണുന്ന കാഴ്ചകൾക്ക് എപ്പോഴും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ എല്ലാത്തിലും നമ്മൾ നെഗറ്റീവ് കണ്ടെത്തിക്കൊണ്ട് അതിനെ നമ്മൾ മറ്റുള്ളവരെ പഴിചാരി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോട്ടം നടത്തേണ്ട സാഹചര്യം ഉണ്ടാവും. അത് പാടില്ല. നല്ല ആറ്റിറ്റ്യൂഡ് കൂടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. നല്ല രീതിയിൽ ആർസിഎം ചെയ്തുകൊണ്ട് നമ്മൾക്ക് ആർസിഎമ്മിൽ വിജയിക്കാൻ തരത്തിലേക്ക് നമുക്ക് നമ്മുടെ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആർസിഎമ്മിൽ എല്ലാവർക്കും നല്ല ലെവലിലേക്ക് ഉയർന്നുകൊണ്ട് നല്ല പിൻലെവലുകൾ അച്ചീവ് ചെയ്തുകൊണ്ട് ആർസിഎം വിഭാവനം ചെയ്യുന്ന ആരോഗ്യവും സമ്പത്തും നേടിക്കൊണ്ട് നമുക്ക് സമയസ്വാതന്ത്ര്യത്തിലൂടെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ഒരു നവഭാരത സൃഷ്ടിക്കായിട്ട് നമുക്ക് മുന്നേറാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് രജിമോൻ സാറിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജിയാസ്.